Kerala is killing thousands of dogs. That is the first lie. Kerala is not killing dogs. Issue. But the Kerala government does stress they're not culling all stray dogs. It's only rabies-infected dogs who are supposed to be culled. But the problem is, of course, that these things are never executed perfectly. And the worry is that some other dogs are also being culled in this process. And I must say that it does not represent anything more than a temporary appeasement. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ നിയമസഭയിൽ എനിക്ക് ഉറപ്പ് നൽകിയത് എല്ലാ ആളുകളുടെയും കൂടിയുള്ള യോഗം നമുക്ക് വിളിച്ചുകൂട്ടാം. അതിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ മാസം 9-ാം തീയതി നമ്മുടെ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റ് വിവിധ മേഖലയിലെ ആളുകളെല്ലാവരും കൂടിയുള്ള യോഗം ചേർന്ന് നമ്മൾ തീരുമാനമെടുത്തത് ഞാൻ സൂചിപ്പിച്ച പോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്റ്റേ ഡോഗ്സിനെ കളിയാൻ Kerala is into dog meat and dog skin trade. That is another lie. വാക്സിനേഷൻ കൊടുത്ത് നല്ല ആഹാരം കൊടുത്ത് തെരുവിലേക്ക് വലിച്ചെറിയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പകരം ഇവയെ നന്നായി സംരക്ഷിച്ച് വാക്സിനേഷൻ കൊടുത്ത് മരുന്ന് കൊടുത്ത് ഒരു വർഷം വളർത്തിയാൽ ഇതിനെ തിരിച്ചെടുത്ത് ശാസ്ത്രീയമായി ഇറച്ചിയായി സംസ്കരിച്ച് പുറത്തേക്ക് കയറ്റി അയക്കാൻ അത് ഉപയോഗിക്കുന്ന സ്ഥലത്തേക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഒരു നല്ല തൊഴിൽ മേഖലയായിട്ട് മാറും.